ഒരു മാസം 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ സൂപ്പറായിട്ടുള്ള ബിസിനസ്സാണ്. കൂടുതൽ ആളുകൾ ഇറങ്ങി വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആളുകൾ മാത്രം വന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നിശ്ചിത ആളുകൾ മാത്രം വന്ന് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഈ ബിസിനസ് ചെയ്യാൻ കഴിയും. അല്ലാതെ ഇതൊരു ലിമിറ്റഡ് പേഴ്സൺസിന് മാത്രം ഇത് പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കുത്തകയായിട്ടുള്ള ഒരു ബിസിനസ് ഒന്നല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ആ ബിസിനസ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് ആ ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നമുക്കറിയാം പ്ലേ സ്കൂൾ അല്ലേ, ചെറിയ മക്കൾ പഠിക്കുന്ന സ്കൂള് അല്ലേ, നമുക്കറിയാം അതൊരു നിശ്ചിത ആളുകൾ അല്ലെങ്കിൽ ഒരു വളരെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമാണ്. ഇറങ്ങി വരുന്ന ഒരു ബിസിനസ് മേഖലയാണ് സ്കൂൾ, കോളേജുകൾ, കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടാവും അത്. സാധാരണ ഇപ്പോൾ എത്ര ആളുകൾക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യില്ല, ഇതുപോലെയുള്ള ബിസിനസ്സിലേക്കൊന്നും ആളുകൾ അധികം ഇറങ്ങി വരാറില്ല. സ്കൂളുകൾ, കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ സ്കൂളുകൾ തന്നെ, യു പി സ്കൂളാണെങ്കിലും ഹൈസ്കൂളാണെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ വേറൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ബിസിനസ്മാൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് കേട്ടോ ഈ സ്കൂൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്കൂളിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം 5 വയസ്സായിട്ടുള്ള മക്കളിലെ ചെറിയ മക്കളെ നമ്മൾ കൊണ്ടുപോയി വിടുന്ന ചെറിയ പ്ലേ സ്കൂളുകളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്ലേ സ്കൂൾ തുടങ്ങാൻ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മറ്റു ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സിന് ഉണ്ടത്. അല്ലാതെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റുള്ള കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളോ മറ്റുള്ള ഹൈസ്കൂളുകൾ സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് തുടങ്ങാൻ കഴിയും. മാത്രമല്ല നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയും, നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവം കൂടിയാണ് ഈ സ്കൂൾ എന്ന് പ്ലേ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് 2 തരത്തിൽ നമ്മൾക്ക് ഈ സ്കൂൾ തുടങ്ങാം. ഒന്ന്, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് ഓൺ ബ്രാൻഡായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഓൺ ബ്രാൻഡിൽ നമ്മൾക്ക് ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് എന്ന് പറയുന്നത്, നമ്മൾക്ക് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല പേര് കേട്ടിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്കൂൾ, നല്ല പേരുള്ള സ്കൂൾ ഉണ്ടാവുമല്ലോ, നിലവിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പുറത്ത് പ്രവർത്തിക്കുന്ന നല്ല സ്കൂളുകളുടെ, നല്ല പേരുള്ള സ്കൂളുകളുടെ ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾക്ക് സെൽഫ് ഒരു പേരൊക്കെ ഇട്ട് പുതിയ പേരും പുതിയ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾക്കൊരു സ്കൂൾ തുടങ്ങാം. ഓക്കെ, ഇതാണ് സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ. ആദ്യത്തെ ഒരെണ്ണം നമ്മൾ സ്വന്തമായിട്ടൊരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ളതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മൾ തുടങ്ങണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അതിൻ്റെ ബ്രാൻഡ് പ്രൊമോഷനുകളും അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ പേരിലും എല്ലാ കാര്യങ്ങളും നമ്മൾ സെൽഫ് ചെയ്യണം. അതിൻ്റെ കുട്ടികൾ അതിലേക്ക് എത്തിക്കുന്നത് മുതൽ അതിൻ്റെ സ്കൂളിൻ്റെ പരസ്യങ്ങളും ബ്രാൻഡ് പ്രൊമോഷൻസ് എല്ലാം നമ്മൾ സെൽഫായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ മുന്നേ ഉള്ള സ്കൂളിൻ്റെ ആ പേരിൽ തന്നെ ഇവിടെ കുറേ കുട്ടികളെത്തും. അല്ലാതെ തന്നെ അവരുടെ ആ ഒരു ഇതിൽ തന്നെ പ്രൊമോഷൻസിൽ തന്നെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ മെനക്കെടാതെ തന്നെ നടക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ഫ്രാഞ്ചൈസിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതല്ല നമ്മൾ ഓൺ ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 3 ലക്ഷം രൂപ മുതൽ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ വരെയൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. കാരണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു സ്പോട്ടും കാര്യങ്ങളും എന്ന് പറയുന്നത്, നമുക്കറിയാം ഇതിനെ പ്രത്യേകമായിട്ട് നമ്മളിതിനെ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് ഇല്ലാത്ത റോഡ് സൈഡിൽ തന്നെ ആയിരിക്കണം. കാരണം വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നു പോകുന്ന രീതിയിൽ, ഇപ്പോൾ സ്കൂൾ ആ ഒരു പ്ലേ സ്കൂളാകുമ്പോൾ കുട്ടികളെ കൊണ്ടുവരാനുള്ള വണ്ടികളാണെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കൾ കൊടുന്ന് വിടുന്ന വണ്ടികൾക്കൊക്കെ വന്നു പോകാൻ കഴിയുന്ന രീതിയിൽ വണ്ടികൾ
വന്നു പോകുന്ന രീതിയിലുള്ള റോഡ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കണം. മാത്രമല്ല അതിൽ പക്ഷെ എന്താണ്, അതിൽ റോഡ് അടുത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാകുന്ന ഒരു ഏരിയ ആവരുത്. കുറച്ച് സൗണ്ട് ഫ്രീ ആയിട്ടുള്ള, കുറച്ച് നോയ്സ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് നമ്മൾ സംഭവം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ നമ്മൾക്ക് ഒരു വീട് ചിലപ്പോൾ നമ്മൾ ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീടുകൾ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്, അതുപോലെ ബിൽഡിംഗ് ആക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സൗണ്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുള്ള എന്നാൽ റോഡ് സൈഡുമായിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിതിനെ കണ്ടെത്തേണ്ട സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ കോമ്പൗണ്ട്, സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾ സ്ട്രക്ചറൊക്കെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലും നല്ല കുട്ടികൾക്ക് നല്ല അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന, കുട്ടികളെ ത്രില്ലടിപ്പിക്കുന്ന, കുട്ടികൾക്ക് രസിച്ച് ഇരിക്കാൻ കഴിയുന്ന, കണ്ട് രസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് സ്കൂളിൻ്റെ വാളിലും ചുമരിലും അതേപോലെ തന്നെ കോമ്പൗണ്ടുകളും നല്ല നല്ല അവർക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആർട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചാർട്ടുകൾ, മനസ്സിലായി. ഇപ്പം നമ്മുടെ നാടിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിലെ നിയമം പല രീതിയിൽ, ഇപ്പം ചെറിയ മക്കൾ ചെറുപ്പത്തിൽ എന്താ ചെയ്യുക, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആർട്ടുകളും ഭംഗിയുള്ള സംഭവങ്ങളിലും നമ്മളൊരു വാളും, അതേപോലെ തന്നെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ചെറിയൊരു കളിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്ന ബാത്റൂം വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം, അവർക്ക് ഫ്രണ്ട്ലി ആവുന്ന രീതിയിലുള്ള ബാത്റൂമുകളായിരിക്കണം. ഓക്കെ, കുട്ടികൾക്ക് ഈസി ആയിട്ട് പോയി വരാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ നല്ല ബാത്റൂമുകൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് ഇടേണ്ട ചെയറുകൾ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെയറുകളും ഫർണിച്ചറുകളും ആയിരിക്കണം. അപ്പോൾ ഒരു 5 വയസ്സായിട്ടുള്ള ഒരു മക്കൾ എങ്ങനെയാണോ നമ്മളെ വീട്ടിലൊക്കെ കളിക്കാനും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരിക്കണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നല്ല കളർഫുൾ ആയിരിക്കണം എന്നാണ്, മാക്സിമം നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാളിൽ, അപ്പോൾ അതിൻ്റെ താഴത്തെ ഫ്ലോറില്ല, ഫ്ലോറ് നമ്മൾക്ക് വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് നല്ല മാറ്റ്, നമുക്കറിയാം അവർ ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, അവർ ചാടുന്ന സമയത്ത്, വീണ സമയത്ത്, ഓടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവർ ചാടി ഓടി നടക്കുമ്പോഴൊക്കെ വീണെന്നിരിക്കും. അപ്പോൾ അവർക്ക് വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, വലിയ ഡാമേജ് ഒന്നും വരാതിരിക്കാനുള്ള റബ്ബർ ടൈപ്പുള്ള ഫ്ലോറുകൾ സെറ്റ് ചെയ്യുക, മാറ്റുകൾ താഴത്തെ ഫ്ലോറിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ മാക്സിമം സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കറിയാലോ, നമ്മളെ ഒരു 5 വയസ്സായ കുട്ടികളെ ഒരു പ്ലേ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു 5 വയസ്സ് ചെറിയ മക്കളെ അവരെ ചെറുപ്പത്തിലുള്ള ശീലങ്ങളെ ഒന്ന് ശീലിപ്പിച്ചെടുക്കുക, നല്ല നല്ല ശീലങ്ങളെ ശീലിപ്പിച്ചെടുക്കുക, ചെറിയ രീതിയിൽ അവരെ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെയാണ് എന്താ പറയുക, അവർക്ക് കളിക്കാനും അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് പ്ലേ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഏരിയ സൈസ് എന്ന് പറയുന്നത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു ഏരിയ നമുക്ക് വേണം. അത് വീടാവാം, ബിൽഡിംഗ് ആവാം, കെട്ടിടമാവാം. ഇപ്പം നമുക്ക് സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കെട്ടിട രൂപത്തിലാവാം, അല്ലെങ്കിൽ വീട് രൂപത്തിലാവാം. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ട സ്ഥലം അത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വരുമാന മാർഗം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വരുമാന രീതി എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ഏണിങ്സ് എന്നുള്ളത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപ മുതൽ 10000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ ഫീ വരുന്നത്. ഒരു കുട്ടിക്ക് 3000 രൂപ മുതൽ 10000 രൂപ വരെ അഡ്മിഷൻ ഫീ നമുക്ക് ഈടാക്കാം. അത് സ്കൂളിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്കൂളുകളും പല രീതിയിലാണ് ഫീസ് ഈടാക്കുന്നത്. 3000 രൂപ അഡ്മിഷൻ ഫീ എടുക്കുന്നവരുണ്ട്, 5000 രൂപ അഡ്മിഷൻ ഫീ മേടിക്കുന്നവരുണ്ട്, 10000 മേടിക്കുന്നവരുണ്ട്, 20000 മേടിക്കുന്നവരുണ്ട്. പല രീതിയിലും പല സ്കൂളുകളും പല രീതിയിലാണ്. നമ്മളൊരു ആവറേജ് കണക്ക് വെച്ചിട്ട് പറഞ്ഞത് 3000 രൂപ മുതൽ നമുക്കൊരു 10000 രൂപ വരെയൊക്കെയുള്ള ഫീ നമുക്ക് ഈടാക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഫീസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1500 രൂപ മുതൽ 3500 രൂപ വരെ, അല്ല 3000 രൂപ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീസ് ഈടാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 രൂപയും 10000 രൂപ ഫീസ് മേടിക്കുന്ന സ്കൂളുകൾ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു ആവറേജ് എന്നിട്ട് പറഞ്ഞത്, നമ്മളൊരു മിനിമം ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു 1500 മുതൽ നമുക്കൊരു 3500 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫീസ് ഒരു കുട്ടിയിൽ നിന്ന് ഈടാക്കാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു 3 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു 120 കുട്ടികൾ നമുക്ക് ഉണ്ടെങ്കിൽ, 120 കുട്ടികൾ നമുക്കൊരു സ്കൂളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2500 രൂപ സ്കെയിലിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ടീച്ചേഴ്സിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 40 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കണക്ക് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കുട്ടികൾക്ക് മുകളിൽ കുട്ടികൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു സ്റ്റാഫിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും സ്റ്റാഫിനെ സെറ്റ് ചെയ്യുമ്പോൾ, സ്റ്റാഫ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ സെറ്റ് ചെയ്യുമ്പോൾ, അല്ല കുറച്ചും കൂടി സർട്ടിഫൈഡ് ആയിട്ടുള്ള
ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ കുട്ടികളെ ടീച്ച് ചെയ്യാൻ കഴിയുന്ന ഇതായിട്ടുള്ള നല്ല ടീച്ചേഴ്സിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒന്നുകൂടി മക്കളെ അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിടാൻ അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ അവർക്കൊരു ഒന്നുകൂടി താല്പര്യം കൂടും. അപ്പോൾ ഒന്നും അറിയാത്ത സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കും അത് ചിലപ്പോൾ ദഹിച്ചിന്ന് വരില്ല. അപ്പോൾ കുറച്ച് പഠിച്ചിട്ടുള്ള കുറച്ചും കൂടി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആവാൻ കഴിയുന്ന ചെറിയ മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന യോഗ്യതയുള്ള കുട്ടികളെ ടീച്ചേഴ്സിനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളെ നിങ്ങളെ സ്കൂളിലേക്ക് കിട്ടും. അപ്പോൾ നമുക്കൊരു 40 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ, 40 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 120 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ടീച്ചേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ടൊരു സ്റ്റാഫിനെ സെറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ സ്റ്റാഫ് സാലറി, അവിടുത്തെ റെൻറ്റ്, ബിൽഡിംഗ് റെൻറ്റ്, സ്റ്റാഫ് സാലറി, ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാലും നമുക്ക് 3 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഫിറ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ് ഈ ഒരു പ്ലേ സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങി വരില്ല. കാരണം അവരൊക്കെ പല രീതിയിൽ, അപ്പോൾ പല ആളുകളുടെ ധാരണ എന്ന് പറയുന്നത് സ്കൂൾ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അത് ഒരു കുത്തക മുതലാളിമാർക്ക് അല്ലെങ്കിൽ നിശ്ചിത ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് മേഖലയാണ്, നമ്മൾക്കൊന്നും കഴിയില്ല എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവരുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും നമുക്കിപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഗഡ്സും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഒരു പ്ലേ സ്കൂൾ എന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.